അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതും തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒട്ടും കുറയുന്നില്ല, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ജെൻസി മാനിഫെസ്റ്റോയിലുള്ളത് തൃശ്ശൂരിന്റെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. അപ്പോ മാം റെഡി അല്ലേ? റെഡിയാണ്. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ വലിയ ചൂടോടെയുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, അപ്പോൾ ചോദിക്കാണ്. ചൂടോടെയാണെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നേ. മാമിന് ഇച്ചിരി ചൂടാണ് ഇഷ്ടം മനസ്സിലായി. അപ്പോ മാമിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറച്ചധികം മാറ്റങ്ങളുണ്ട്. അത് നിറത്തിലാണെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ശൈലിയിലാണെങ്കിലും അങ്ങനെ വലിയൊരു മാറ്റം. ആ മാറ്റത്തിനെ മാം എങ്ങനെയാണ് കാണുന്നത്? ആ മാറ്റം എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറയാം. പ്രത്യേകിച്ച് എനിക്ക് മാറ്റം തോന്നിയിട്ടില്ല, കാണുന്നവർക്കായിരിക്കുമല്ലോ മാറ്റം തോന്നാം. എൻ്റെ ഡ്രസ്സിൽ മാറ്റം വന്നിട്ടുണ്ടാവും, കാരണം അത് എൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ്. ഈ ചൂടത്ത് സാരിയൊക്കെ കൊടുത്ത് നടക്കുക പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പം ഞാനത് കോട്ടൺ ചുരിദാറിലേക്ക് മാറിയെന്നല്ലാണ്ട് വലിയ വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ നേരത്തെ പറയായിരുന്നു മാമിന്റെ സാരിയുടെ കാര്യം, നമുക്കത് ചോദിക്കണേ. സെലക്ട് ചെയ്യാൻ ഞാൻ പഠിക്കുകയാണ്, പക്ഷെ അതൊന്നും ഒരു കടയിൽ നിന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങനെ നടന്ന് നല്ല കാണുമ്പോൾ പഠിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, സാധാരണയായി ലീഡർ കെ കരുണാകരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മാമിനോട് പറഞ്ഞ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ തെരഞ്ഞെടുപ്പിലും അവസാനത്തെ 3 മാസം ഏറ്റവും നിർണായകമാണ്, പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. അപ്പൊ കാരണം പല പല രാഷ്ട്രീയ വിഷയങ്ങളാണ്, ജനങ്ങൾ ചിലത് ഓർത്തെടുക്കും, ചിലത് മറക്കും. അങ്ങനെയാണെങ്കിൽ പത്മജ വേണുഗോപാലിന്റെ തൃശ്ശൂരിൽ എങ്ങനെയാണ് പത്മജ വേണുഗോപാൽ തൃശ്ശൂർ പരിഗണിക്കുന്നത്? അത് സ്വയം എങ്ങനെ മനസ്സിലാക്കിയെടുത്തു? അല്ല, ഞാനൊരു തൃശ്ശൂരുകാരിയാണ്. അത് കഴിഞ്ഞ 2 പ്രാവശ്യം ഞങ്ങളുടെ പാളയത്തിൽ തന്നെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അപ്പൊ പിന്നെ ഇനി ഒരു ഇലക്ഷൻ നിൽക്കുന്നില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ തീരുമാനം. പിന്നെ നമ്മുടെ നേതൃത്വം പറഞ്ഞുകൊണ്ട് പ്രാവശ്യം വന്നു നിന്നു. എനിക്കിതിൽ തോന്നിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രവർത്തകരൊക്കെ എപ്പോഴും ഫീൽഡിലാണ്, കാണുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഒരു വർക്ക് ചെയ്യണില്ലേന്ന്. അങ്ങനെയല്ല, അവരവരുടെ വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റേതൊക്കെ കൂടെ നടക്കും, പക്ഷെ വിചാരിച്ചോളാ കൂടെ നടക്കുന്ന ആരും ശരിയല്ല. അപ്പൊ അത് പ്രധാനാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഞാൻ പരാതി കൊടുത്തിരുന്നു ഒക്കെ ചെയ്തു, പക്ഷെ അവരാരും അത് പരിഗണിച്ചില്ല. ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ വരാണ്. ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന രാജൻ പല്ലൻ, പക്ഷെ ഒരു സമയത്ത് UDF മത്സരിക്കുന്ന സമയത്ത് വളരെ സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ആലങ്കോട് ലീലാകൃഷ്ണനായാലും ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലെ സൗഹൃദവും ഇപ്പൊ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു വെല്ലുവിളിയിലേക്ക് പോകും എന്ന് അങ്ങനെ തോന്നുന്നുണ്ട്? ഞാൻ അങ്ങനെ ഒരിക്കലും കാണാറില്ല. ഞാൻ ഒരു സ്ഥാനാർത്ഥിനെയും കുറച്ച് കാണാറുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. ഞാൻ എൻ്റെ വഴി കൂടെ പോകണു, അവരവരുടെ വഴി കൂടെ പോകണമെന്നില്ല. ഇനി അവരോട് ചോദിച്ചു നോക്കിയുള്ളൂ അവർ ഏത് വഴി കൂടെ പോകണമെന്ന്. ഞാൻ എൻ്റെ വഴി കൂടെ അങ്ങ് പോകണം. മാം, ഒരു സ്വാഭാവിക സംശയമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വോട്ട് ചോദിച്ച അതേ ആൾക്കാരുടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം പോലെ അല്ല ഇത്തവണ നമ്മൾ വേറെ. അപ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവരെന്റെ അടുത്ത് പറയണത് ചേച്ചി ഇപ്പോഴാണ് ശരിക്കുള്ള വഴിക്കെത്തി. അപ്പൊ എനിക്ക് ചോദിക്കേണ്ടി വരണേ ഇല്ല കാര്യം. ഇപ്പൊ നമുക്കറിയാം BJPയുടെ ഒരു പരസ്യവാചകം, അല്ലെങ്കിൽ അവർ പറയുന്നത് മാറാത്തത് ഇനി മാറും എന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? മാറ്റാൻ തൃശ്ശൂരാണെങ്കിൽ മാറ്റാനുള്ളതേ ഉള്ളൂ. കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്ന അതേ തൃശ്ശൂരാണ്. ഒരു ഡെവലപ്മെന്റും ഇവിടെ വന്നിട്ടില്ല. പലരും മാറി മാറി ഇപ്പോൾ UDF LDF എല്ലാവരും വന്നു, ഒരു മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ പറയുന്നത് നമ്മളെ ഒന്ന് പരിഗണിക്കൂ, നോക്കൂ, മോശമാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ, പക്ഷെ നമുക്കൊരു അവസരം തരാണ്ട് ഒരു ശരിയല്ല എന്ന് പറയുന്ന രീതി എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യമെങ്കിലും ജനങ്ങൾ എന്നെ മനസ്സിലാക്കും, എന്നെ തിരഞ്ഞെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ ഇത് ഞാൻ ഒരിക്കലും അവരെ ഇതാക്കില്ല, വിഷമിപ്പിക്കില്ല, അതെൻ്റെ ഉറപ്പാണ്. ചേച്ചിയുടെ കുടുംബത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ നോക്കിയ കാര്യം, അച്ഛൻ കെ കരുണാകരൻ മാധ്യമപ്രവർത്തകരോട് വളരെ ഹാസ്യ രീതിയിൽ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെ ചേട്ടനായാലും വളരെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താ, വീട്ടിലേക്ക് ഹ്യൂമർ സെൻസ് ഉള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മാമിന്റെ? അല്ല, അത് ശരിക്കും അച്ഛൻ തന്നെയാണ്. അച്ഛന്റെ മാതിരിയൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. കെ കരുണാകരന്റെ സാറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു പറയുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ തിരിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. ഞാൻ ചിപ്പ് എന്താ അച്ഛൻ പറയാൻ പോണേ നോക്കുമ്പോൾ അയാളെ പിന്നോട്ട് തിരിഞ്ഞ്, അതൊക്കെ അച്ഛന്റെ ഒരു രീതിയാണ്. കുറച്ചൊക്കെ എനിക്ക് മുരളിയേട്ടനും കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ പുറത്തങ്ങനെ കാണിക്കാറില്ല, എന്റെ പരാക്രമൊക്കെ വീട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും അറിയില്ല. തന്നെ ഇപ്പൊ മാം പറയുമ്പോൾ പോലും മാമിന്റെ രീതിയിൽ ആ ഒരു നർമ്മത്തിൽ ചലിച്ച മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ കെ കരുണാകരൻ എന്നൊരു വലിയൊരു മനുഷ്യൻ, കോൺഗ്രസിന് അടിത്തറ പാകിയ ഒരു മനുഷ്യൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പൊ ആ ഒരു മനുഷ്യന്റെ മകൾ പെട്ടെന്ന് BJPയിലേക്ക് വരുമ്പോൾ
അതിന് വലിയ രീതിയിലുള്ള ഒരുപാട് വെല്ലുവിളികളും പ്രാദേശിക തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് BJP-യിലേക്കുള്ള ഒരു മാറ്റം? പലപ്പോഴും മാം BJP-യിലേക്ക് വന്നപ്പോൾ ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ മാറിയത് ED-യെ പേടിച്ചിട്ടാണ്. അങ്ങനെ ഒരു അഭ്യൂഹം ആദ്യം തൊട്ടേ ഉണ്ടായതാണ്. അപ്പൊ അതിനോട് മാമിന് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ആകെ ബിന്ദുകൃഷ്ണ മാത്രല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്റെ മനസ്സിലായി എനിക്ക് അങ്ങനെ ഒരു, കാരണം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ഇൻകം ടാക്സ് കമ്മീഷൻ മോനാണ്. അപ്പോൾ കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്ന ആളും അതിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പേടിയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ചവിട്ടും കുത്തും സഹിക്കാണ്ട് ഇനി രാഷ്ട്രീയമേ വേണ്ടാന്ന് വെച്ച് പോയ ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് മോദിജിയോട് അന്നും ഭയങ്കര, കാരണം എപ്പോഴും എനിക്ക് തോന്നും അച്ഛൻ്റെ ആ രീതികളും എന്തും ചെയ്യാനുള്ള ധൈര്യവും ഇതെല്ലാം കൂടി കാണുമ്പോൾ ആ ഒരു ഇതായിരുന്നു. ശരിക്കും മോദിജീനെ കണ്ട് മാത്രമാണ് ഞാൻ BJP-യിലേക്ക് വന്നത്. അച്ഛൻ കരുണാകരന്റെ വലിയൊരു സ്വപ്നമായി പുഴയ്ക്കൽ, തൃശ്ശൂർ പുഴയ്ക്കല് എയർപോർട്ട് എന്നുള്ള സ്വപ്നം. പക്ഷെ അത് നടപ്പിലാകാതെ പോവുകയും പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് അതിന്റെ പിന്നിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനെ അത് അച്ഛൻ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടി എതിർത്ത്. അപ്പം അച്ഛന് സങ്കടം വന്നിട്ടാണ് ഇത് എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. പക്ഷെ അതുകൊണ്ട് എറണാകുളം ഡെവലപ്പ് ചെയ്തു. അത് ഇവിടെയാണ് വന്നിരുന്നെങ്കിൽ തൃശ്ശൂർ എങ്ങനെ മാറിപ്പോയെന്നറിയാം. അപ്പം ഞാൻ പണ്ട് ചോദിക്കാറുണ്ട്, എന്താ ഒരു എയർപോർട്ട് വരുന്നുണ്ട് ഗുണം? അപ്പം അച്ഛൻ പറയും ടൂറിസ്റ്റുകൾ വരും, ഇവിടെ സ്ഥലത്തിൻ്റെ ഇത് മാറും, അവിടെ വില കൂടും, കച്ചവടങ്ങൾ നടക്കും, അങ്ങനെ മൊത്തം അങ്ങനെയാണല്ലോ എറണാകുളം ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാവരും എറണാകുളത്തേക്കൊക്കെ മാറുകയാണ്. ഇപ്പോൾ IT പലരും ഇവിടെ നിൽക്കുന്നില്ല. അവർ പറയുന്ന ഒന്നിക്ക് ഞങ്ങൾക്ക് ബാംഗ്ലൂർ, മാക്സിമം കൊച്ചി, അതിനപ്പുറം അവർ വരില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പം അതൊക്കെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവരവിടെ പിടിച്ചു നിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുറച്ചൊരു ന്യൂജൻ സ്വഭാവമാണ് അറിയാലോ, കാരണം എനിക്ക് ചെറുപ്പക്കാരൻ മനസ്സിലാവും. ആ ആണ് അതറിഞ്ഞ ഇപ്പൊ തന്നെ ഡാൻസ് കളിച്ചിട്ട് കൂടെ. അപ്പം അതിലൊക്കെ എല്ലാം വേണം ജീവിതത്തിൽ നമുക്കൊരു. പിന്നെ തൃശ്ശൂർ ഒരു പ്രത്യേകത ഉള്ളത്, ഒരു എന്താ പറയുക, പഴയ തനിമ സംസ്കാരം വിടാത്തൊരു നഗരമാണ്. അപ്പം അവരെയും യോജിപ്പിക്കണം, എന്നാൽ പുതിയത് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ കൊണ്ടുവരും വേണം. അല്ലാണ്ട് കൊച്ചി മാതിരി നമുക്ക് അത്രയും അങ്ങ് ചെയ്യാൻ ഇവിടെ പറ്റില്ല. ഇവിടെ കുറച്ചും കൂടി പഴയ ആൾക്കാർ, കുറച്ച് പഴയ ആചാരങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ഇനി ഞാനൊക്കെ ശരിക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു, ഞാൻ ഈ കൊച്ചിയിലുണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ വേണം? ഇവിടെ ആദ്യം വേണ്ടത് ഇവിടുത്തെ ആൾക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ. കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ആൾക്കാർക്ക്. അത് ചെയ്തിട്ട് വികസനമൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതൊന്നും ആരും ശ്രദ്ധിക്കണില്ല. നേരത്തെ വട്ടിയൂർക്കാവിൽ മത്സരിച്ചേക്കും എന്നൊക്കെയുള്ള അഭിമുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലീഡറുടെ മക്കൾ തമ്മിൽ കോമ്പറ്റീഷൻ വരുമോ എന്നുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ തൃശ്ശൂരാണ് മത്സരിക്കുന്നത്. അപ്പൊ സപ്പോസ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഏട്ടനെതിരെ നിൽക്കുമായിരുന്നു? മത്സരിക്കില്ല. ഇല്ല. ഞാൻ കുടുംബ ബന്ധങ്ങൾക്ക് കുറച്ചൊക്കെ വില കൊടുക്കുന്ന ആളാണ്. അപ്പോൾ പാർട്ടി പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതാണ് BJP-യുടെ നേതാക്കന്മാർ. അങ്ങനെ ഒരു ഐഡിയ വന്നിട്ടും ഇല്ല കേട്ടോ. അതൊക്കെ മീഡിയയുടെ ഒരു സൃഷ്ടിയാണ്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ അവർക്കൊരു രസം ആങ്ങളെയും പെങ്ങളും കൂടി തല്ലോടുന്നാണേ, അതല്ലേ. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോ BJP-യിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ബന്ധം എന്നത് അത് വലിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിൽ കാണുമ്പോൾ അത് കോംറേഡ്ഷിപ്പ് എന്നുള്ള രീതിക്ക് പറയുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ബന്ധം, BJP-യിലും സമാനമായ രാഷ്ട്രീയ ബന്ധം. അപ്പൊ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ബന്ധം വളരുമ്പോൾ മറിച്ചിപ്പുറത്തേക്ക് ഈ സഹോദര ബന്ധം ഒരു വിള്ളലേറ്റതുപോലെ എപ്പോഴെങ്കിലും ഉള്ളുകൊണ്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്തിനാ വെറുതെ മനസ്സമ്മാനക്കേട് വില കൊടുത്ത് വന്നു. ഞാൻ എൻ്റെ വഴിക്കു അച്ഛൻ മറ്റേ DIC ഉണ്ടാക്കിയപ്പം അന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ പോയില്ല. ഞാൻ കോൺഗ്രസ്സിൽ ഉറച്ചു നിന്ന ആളാണ്. അപ്പോൾ ഒരേ വീട്ടിലാണ് അച്ഛനും. അപ്പം ഞാനിങ്ങനെ അച്ഛൻ മീറ്റിംഗ് കൂടുമ്പം ഞാൻ പുറത്തുനിന്ന് കയറി വരികയെന്ന് വെച്ചാൽ ഞാൻ കാണാത്ത മാതിരി ഉള്ളിലേക്ക് പോകും. അപ്പം അച്ഛൻ പറയുന്നത് വരുന്ന എൻ്റെ പ്രതിപക്ഷം. അങ്ങനെ തമാശയിലെടുക്കും. ലീഡർ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നല്ലേ, ജനാധിപത്യമായ രീതിയിൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ സ്വാതന്ത്ര്യം അല്ല, അച്ഛൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കാരണം അന്ന് TV ഇതായിരുന്നു ഇവരുടെ ഈ DIC-യുടെ ഒക്കെ. അപ്പൊ വീട്ടില് വലിയ പ്രശ്നം, അതായത് എന്റെ ഭർത്താവ് TV-ക്കേ വോട്ട് ചെയ്യുള്ളൂ, ഞാൻ അച്ഛൻ കൈപ്പത്തിക്കേ വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കൈപ്പത്തിക്കേ വോട്ട് ചെയ്യുള്ളൂ, അതൊക്കെ നിന്റെ ഇഷ്ടം, അതിലൊന്നും ഞാൻ ഇടപെടില്ല, നിനക്ക് കൈപ്പത്തിക്ക് കുത്തണോ കുത്തിക്കോ എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്ത ആളാണ് ഞാൻ. എന്നെയാണ് ചവിട്ടി പുറത്താക്കിയവരൊക്കെ കൂടി. അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് ഒരു കാര്യം കൂടി ചോദിക്കാൻ. ഇപ്പോ ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് K. കരുണാകരൻ എന്നൊരു വലിയ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഇത്തരത്തിലൊരു പാർട്ടി മാറ്റം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാകുമായിരുന്നോ? ഞാൻ അച്ഛനും കൂടി കൊണ്ടിരുന്നു.
അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമുള്ളൂ. അച്ഛൻ സമ്മതിക്കുമായിരുന്നോ? അച്ഛൻ സമ്മതിക്കുമായിരുന്നു? അച്ഛനും മടുത്തിരുന്നു കോൺഗ്രസ്, ഭയങ്കരമായിട്ട് മടുത്തിരുന്നു. അച്ഛൻ്റെ വിഷമങ്ങൾ കണ്ടാണ് എനിക്ക് ആ പാർട്ടിയോട് തന്നെ ദേഷ്യം വന്നു തുടങ്ങിയത്. അച്ഛനെ ഒറ്റപ്പെടുത്തി വേദനിപ്പിച്ചു. അപ്പോൾ അമ്മ മരിച്ചിട്ട് 17 കൊല്ലം അച്ഛനെ ഞാനാണ് നോക്കിയിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഓരോ ഇതും എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആ പാർട്ടിയോട് ആദ്യം എനിക്ക് ദേഷ്യം തോന്നി തുടങ്ങി. പിന്നെ ഇവിടെ ഇട്ട് എന്നെ ചവിട്ടിയതും എല്ലാം. പ്രവർത്തകരെ ഒരിക്കലും കുറ്റം പറയില്ല, കുറച്ച് നേതാക്കന്മാർ, പക്ഷെ അവരുടെ കയ്യിലാണ് ഇപ്പോൾ കോൺഗ്രസ്. സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? ലൈക്ക് എന്തിനാ അതിൻ്റെ ആവശ്യം? അതെ, നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, തോക്കെടുത്ത് വെടിയുമ്പോൾ ടോ എന്ന് പറയണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അത് ആരാ ആള് എന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാർ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല കേരളത്തിലെ, അവർക്ക് നല്ലോണം അറിയാം ആരാന്നുള്ള. ചേർന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം നേരത്തെ അച്ഛനെ ഇപ്പൊ ജീവനോടുണ്ടായിരുന്നു ഈ കൊണ്ടുവരുന്നത് അതുപോലെ കെ മുരളീധരന് പാർട്ടിയിൽ കോൺഗ്രസിനകത്ത് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നുണ്ട് എന്ന് മാമിന് തോന്നിട്ടു? ഇല്ല, ഒട്ടുമില്ല. റിസൾട്ട് വരുമ്പോ കാണാം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത് അത്തരത്തിലൊരു പരിഗണന ലഭിക്കുന്നത് കൊണ്ടല്ലേ? മുരളിയേട്ടനോ? അല്ല, മുരളിയേട്ടൻ നല്ല ചീത്ത വിളിക്കില്ലെങ്കിൽ അത് പേടിയാ. കാരണം അതിനോട് അനുഭവത്തിന് ഒരു കാര്യം കൂടി, ഇപ്പൊ പറഞ്ഞു അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ ചേട്ടനോട് ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരണം, BJP-യിലേക്ക് വരണം അങ്ങനെ ചോദിക്കോ? ചേട്ടന്റെ മനസ്സ് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇന്ന് രാത്രി പറയും വരാന്ന് പറയും, നാളെ കാലത്ത് പറയില്ല. അപ്പൊ എനിക്ക് വെറുതെ നമ്മുടെ പാർട്ടിക്കാരുടെ അടികൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. ആളുടെ തീരുമാനം എടുക്കട്ടെ. ഈ തൃശ്ശൂറുകാർക്ക് കൊടുത്ത ഈ വാഗ്ദാനങ്ങൾ എന്തൊക്കെ? ഇപ്പൊ ഈ പത്മജ വേണുഗോപാൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ജനങ്ങൾ നൽകിയ സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ നമ്മളിപ്പോഴേ നെഗറ്റീവ് ആലോചിക്കണേ? അത് നടക്കാതിരിക്കുമ്പോ നോക്കിയാ പോരെ. ഞാനത് നടത്താൻ ധൈര്യമുള്ള ഒരാളാണ്. എന്റെ പിതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്ത് ചെയ്യുമ്പോഴും അതിൽ കറപ്ഷൻ ഇല്ലെങ്കിൽ ആരും പേടിക്കണ്ടാണ്. പിന്നെ ആരെയും പേടിക്കണ്ട, എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യും. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമൊക്കെ വന്നപ്പോഴേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാ നേതാക്കൾക്കും പേടിയാണ്, അതിനുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞായിരുന്നു. അത് വെറും ആരോപണം മാത്രമായിരുന്നു, അതോ പത്മജ വേണുഗോപാൽ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു? പിന്നെ അതായത് പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ചിലവരെ ഒതുക്കുക എങ്ങനെയാന്ന് വെച്ചാല് അല്ലാണ്ട് ചാടി കളിക്കുമ്പോ ഒരു ഫയല് വെക്കുന്ന പറയും. ആ ഫയല് വെക്കുന്നതോട് വിട്ട് അവരൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു PJ കുര്യന്റെ കാര്യം വന്നപ്പോ PJ കുര്യൻ ഇതൊരു സദസ്സിലിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ കാതിലെന്തോ പറഞ്ഞപ്പോഴാണ് PJ കുര്യൻ പിന്നീട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, അങ്ങനെ ഒരു സാധനം കേട്ടിരുന്നു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആളുടെ കാര്യം അന്വേഷിക്കാനേ പോകാറില്ല. കാരണം എൻ്റെ അമ്മേനെയൊക്കെ പറഞ്ഞ ഒരാളാ. അയാൾ എങ്ങനെ നന്നായാലും ഞാൻ അയാൾ അംഗീകരിക്കില്ല. പിന്നെ ദൈവം വലിയവനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങോര് അമ്മേനെ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഇപ്പൊ കാലും എന്താ നായയുടെ മരിയോട് കാല് നിലത്ത് കൂത്താൻ പറ്റുന്നില്ല അങ്ങോർക്ക്. അതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതാണ്, അങ്ങനെ പറയാൻ പാടില്ല. എത്രയോ കോൺഗ്രസ്സുകാരെ വളർത്തിയ ഇതാ എൻ്റെ അമ്മ. അങ്ങനെയുള്ള ഒരു അമ്മേനെയാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇനി എനിക്ക് എന്ത് വന്നാലും ഞാൻ ജീവിതത്തിൽ ഒന്നും ആയില്ലെങ്കിലും അയാളോട് ഞാൻ ക്ഷമിക്കില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക നഗരി, അതിലുപരി ആഘോഷങ്ങളുടെ ഒരു നഗരമാണ്. അതായത് പൂരമായാലും നമ്മുടെ പെരുന്നാളായാലും തൃശ്ശൂർ അമ്പലനടയിലായാലും അതുപോലെ തന്നെ പുത്തമ്പള്ളി ആയാലും ഒരു കൊടക്കീഴിലാണ്. അപ്പൊ ഈ മുന്നോട്ട് വെക്കുന്ന ഒരു തൃശ്ശൂരിനെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് വെക്കുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അമ്പലങ്ങളെയും പള്ളികളെയും വെച്ചിട്ടൊരു ടൂറിസം ഇത് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കാരണം നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങാം. അവിടുത്തെ ഏറ്റവും ചേരമാൻ പെരുമാൾ പള്ളിയൊക്കെ മുസ്ലിം, അവിടെ നിന്ന് തൊട്ട് ഇവിടുത്തെ പള്ളികൾ പുത്തമ്പള്ളി, പിന്നെ നമ്മുടെ വടക്കുന്നാഥൻ പാറമേക്കാവ് ഗുരുവായൂർ വരെ എത്താം നമുക്ക് ആ ടൂറിസം. അതൊന്ന് കണക്ട് ചെയ്താൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ എന്ത് ചെയ്യാനുണ്ട്. കാരണം ഇവിടെ രാത്രികൾ ഇപ്പോൾ നിങ്ങളൊക്കെ നടക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഒരു 6 മണി കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്, എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയും പോയിരുന്ന് ഇതാവാനോ ഒന്നുമില്ല അവിടെ. അപ്പം അങ്ങനെ എനിക്കൊരു ഫുഡിൻ്റെ സ്ട്രീറ്റ് തുടങ്ങണം എന്നുണ്ട്. കാരണം ഇവിടെ തന്നെ ലോക്കലുണ്ട് നല്ല അപ്പവും ഇതൊക്കെ അമ്മമാർ ചെയ്യണത്. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരണം. അപ്പോൾ ആൾക്കാർക്ക് വൈകുന്നേരം പോയിരിക്കാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയാം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ടൂറിസത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ വലിയ താല്പര്യം. തീർച്ചയായിട്ടും അത് എൻ്റെ മനസ്സിലൊക്കെ ആദ്യമുള്ളൊരു സ്വപ്നമാണ്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ റോഡുകൾ പ്രശ്നമാണ്, പിന്നെ പേപ്പട്ടി ശല്യമുണ്ട്, ഈ പട്ടികളുടെ ശല്യമുണ്ട്, വെള്ളക്കെട്ട്. ഇപ്പോൾ എവിടെയെങ്കിലും മഴ പെയ്താൽ പേടിയാണ്, എപ്പോഴാണ് വെള്ളം കയറുക എന്നുള്ള. അതിനൊക്കെ ശാശ്വത പരിഹാരം കാണാണ്ട് നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. മുരളിയേട്ടനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ആരാണെന്നാണ് വിശ്വസിക്കുന്നത്? എന്നാലും ഞാനല്ല. കാരണം ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല, ഞാനിവിടെ മത്സരിക്കായിരുന്നു. ഞാൻ തൃശ്ശൂർ വരുന്നതിന് മുമ്പ് എൻ്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് നീ 3 പേരെ ഞാൻ വട്ടിട്ടു, ഞാൻ ഇവരെ സൂക്ഷിച്ചോളൂ,
ഇവർ പിന്നെന്ന് കുത്തും നിർത്തി. അപ്പം അന്ന് ആളത് വിശ്വസിച്ചില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഞാൻ തൃശ്ശൂർ മത്സരിക്കണില്ല, എൻ്റെ അച്ഛനും അമ്മേനെയും കൂടി അവിടെ നിർത്തുകൊണ്ട് പോയാലോ. അപ്പം ഞാൻ വിശ്വസിച്ചു ആൾ മത്സരിക്കാൻ വരില്ല. മത്സരിക്കാൻ വന്നപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു 3ാമത് കൂട്ടാം. അപ്പോൾ നിനക്കല്ലേ രാഷ്ട്രീയം? ഞാൻ മതി, തൃശ്ശൂരത്തെ രാഷ്ട്രീയം എനിക്കറിയാം, ബാക്കി എവിടുത്തെ എനിക്കറിയാൻ പറ്റില്ല. ഇവിടെ കുറേ ഉണ്ട്, കോൺഗ്രസ്സിൽ കുറച്ച് ചതിയന്മാരുണ്ട്, അല്ലാണ്ട് പ്രവർത്തകരൊക്കെ പാവങ്ങളാണ്. ചേച്ചി ഇപ്പൊ പറയുന്ന ഇപ്പൊ മൊത്തത്തിലൊരു ചർച്ച നടക്കുന്ന സംഭവമാണ് ഡീൽ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചേച്ചിയുടെ ഒരു നിരീക്ഷണത്തിൽ എങ്ങനെയാണ്? പാലക്കാടൊക്കെ CPM BJP ഡീലുണ്ടെന്ന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും വസ്തുതകളായിട്ട് തോന്നുന്നുണ്ടോ? ഞാനിതൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഈ ഡീൽ വാർത്തകളൊക്കെ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണല്ലോ. അല്ല, ഞാൻ പറയണത് ഇപ്പം ആൾക്കാർ അതൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. ആരാണ് നല്ലത്, എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളത്, അത് ചിലപ്പം LDF വോട്ട് ചെയ്യും, കോൺഗ്രസ് ചെയ്യായിരിക്കും. കോൺഗ്രസ് നിന്ന് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുറച്ച് വോട്ട് അവർ ചെയ്യും. കാരണം ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ കൂടെ നടന്ന ആൾക്കാർ, ഞാൻ ഉപകാരം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊന്നും പാർട്ടി നോക്കില്ല, അല്ലാണ്ട് തന്നെ വോട്ട് ചെയ്യും. പിന്നെ പൊതുവേ പറഞ്ഞ മാതിരി ഈ തോക്കാൻ പോകുന്നവരാണ് ഈ ഡീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നല്ല പേടിയുണ്ട് UDF-ന്, അവരാണ് ഈ ഡീലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ല, രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ VD സതീശനും ജമാഅത്തെ ഇസ്ലാമിയായിട്ടാണ് ഡീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയും അവരും തമ്മിൽ മുസ്ലിം ലീഗിന്റെ കൂടെ നിന്നിട്ട് അവര് തമ്മിൽ ഡീലല്ലല്ലോ, അവര് ശരിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യണം. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇല്ലെങ്കിൽ തൃശ്ശൂർ വരെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടില്ല. അപ്പൊ എവിടെങ്കിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു സീറ്റ് ജയിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇവരെന്ത് പറഞ്ഞാലും മുസ്ലിം ലീഗിന്റെ കാല് പിടിച്ച് പോണത്. ഇപ്പൊ കോൺഗ്രസിലെ തർക്കങ്ങൾ തീർക്കുന്നത് പോലും മുസ്ലിം ലീഗാ. മനസ്സിലായി? കോൺഗ്രസിന്റെ ആ ഒരു അസ്തിത്വം അങ്ങ് നശിച്ചുപോയി. ഇനി ഈ ഇലക്ഷനിൽ തോക്കും കൂടി ചെയ്ത ആ സാധനം ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരു B ഗോപാലകൃഷ്ണൻ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ ഗുരുവായൂരില്, അറിയാമല്ലോ, അത്രയും ഇതായിട്ടും ഒരു ഹിന്ദു MLA ഇല്ല എന്നുള്ളത്. അത്തരം പരാമർശങ്ങളോട് എന്താണ് മാമിന് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെതിരെ കേസ് വന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പം അത്തരം പരാമർശങ്ങളോട് എന്താ പറയുക? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ വാക്കുകളിൽ അല്ലെങ്കിൽ നിലപാടുകളിൽ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതല്ലേ? അത് അദ്ദേഹം പറയേണ്ടത്, എന്നെ വെറുതെ എന്തിനാ കോടതി? പക്ഷേ രാജീവ് യാതൊരു താല്പര്യമില്ല അതിലൊന്നും, എനിക്ക് അഭിപ്രായം പറയാനുമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെയാണ്, അത് അദ്ദേഹത്തിനോട് ചോദിക്കണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചാൽ എന്നോട് ചോദിക്കാം. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് അത്ര പ്രതീക്ഷിച്ച ഒരു വിജയമൊന്നും BJPക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അത് ഇത്തവണ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അന്ന് കുറെ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിച്ചതിലൊക്കെ കുറെ എന്തോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അന്ന് ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇടപെടാൻ പറ്റിയില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ. അല്ലെങ്കിൽ BJPക്ക് അടിസ്ഥാന വോട്ടുകൾ ഇവിടെ ഉണ്ട്, അതിനെ കൂട്ടി ഇതാക്കുകയാണ് നമ്മുടെ ജോലി. ഇപ്പൊ മാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം മാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചൊരു രീതി, അപ്പൊ അത് കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് രീതിയായിരുന്നു. ഇപ്പൊ അത് മാറി. BJP വളരെ വ്യത്യസ്തമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ, അത് എല്ലാത്തിലും ഒരു വ്യത്യസ്തത അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മാമിന് തോന്നിയ എന്തൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്, തെരഞ്ഞെടുപ്പ് രീതികളാണ് കാണാൻ സാധിച്ചത്? അല്ല, നമുക്ക് വലിയ ഇപ്പൊ പണ്ടൊക്കെ കോൺഗ്രസിലുള്ളപ്പം രാത്രി തിരിച്ചു വന്നാലും 11 മണി വരെയൊക്കെ ഇവരെ തർക്കം തീർക്കാൻ ഞാൻ തന്നെ അവരെവിടെ പോകണോ, എന്ത് ചെയ്യണോ, അതായത് എൻ്റെ അവിടെ നിന്ന് ഭക്ഷണവും പൈസയും വാങ്ങിയിട്ട് അവര് വേറെ പോയി റിബല് പണിയാണ് ചെയ്യണത്, വേറെ വീട്ടിൽ കൂടിയിട്ട്. അത് സങ്കടമല്ല, ഇവരിങ്ങനെ കൂടുന്നുണ്ടെന്നും ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എനിക്കറിയായിരുന്നു ഒരു കാലുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ഒട്ടും മോശമായില്ല. ഞാനും അത്യാവശ്യം എല്ലാവരെയൊക്കെ കണ്ട് എനിക്ക് ഉള്ള വോട്ടുകൾ, പക്ഷെ അതുകൊണ്ടായിരിക്കും 940 നിന്നത്. ഇല്ലെങ്കിൽ 10 രൂപ ഇവരെ കാലുകാരിൽ ആലോചിച്ചാൽ 20,000 വോട്ടിനെ മുകളിൽ തോറ്റേനെ. ഇപ്പൊ ഈ സുരേഷ് ഗോപി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പിന്നീട് രണ്ടാമത് വന്നപ്പോ തൃശ്ശൂർ എനിക്ക് തരണം എന്ന് പറഞ്ഞു, സ്വാഭാവികം തൃശ്ശൂർ കൊടുത്തു. അപ്പൊ സുരേഷ് ഗോപിക്ക് അന്നുണ്ടായ ആത്മവിശ്വാസം വേണുഗോപാലിനുണ്ടോ? അതാണ് എന്റെ ആത്മവിശ്വാസം. കാരണം അദ്ദേഹത്തിന് 2 പ്രാവശ്യം തൃശ്ശൂരുകാര് ഇതാക്കിയത്, 3ാമത്തെ പ്രാവശ്യമല്ലേ അദ്ദേഹത്തിന് കൊടുത്ത്. ഞാനും 2 പ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തരുന്ന എന്റെ വിശ്വാസം. 2024 മാർച്ച് 7-ാം തീയതിയാണ് ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനുശേഷം ഒരു ഈ പപ്പേച്ചി എന്നൊരു വിളിയില് കുറച്ച് കുറവ് വന്നിട്ടുണ്ടോ? ഇപ്പോഴാ കൂടുതൽ സ്ത്രീകൾ കൂടുതൽ നമ്മളോട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് ഇപ്പോഴാണ് ഈ BJPയിൽ വന്ന. പിന്നെ അതിൽ സ്ത്രീകളെയാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പണ്ടും 90 വയസ്സായ ആൾ പോലും എന്നെ പത്മേച്ചിന്ന് വിളിക്കാം. അപ്പോൾ എനിക്കതാ ഇഷ്ടം. എന്നെ മാഡം എന്നൊന്നും വിളിക്കണത് എനിക്ക് ഇഷ്ടമല്ല. അത് പറയുമ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നും അവരുടെ അടുത്ത്.
അതിനൊരു കുറവില്ല. അപ്പൊ ഇതിനോട് കൂടി ചർച്ച ചോദിക്കുകയാണ്, രാഷ്ട്രീയ ജീവിതത്തിലെ സ്ത്രീകൾ പലപ്പോഴും തഴയപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനൊക്കെ ആയിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താണ്? പിന്നെ അത് കോൺഗ്രസ്സിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ പറയുകയും ചെയ്തിരുന്നു, കോൺഗ്രസ്സിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളാണ്. അതായത് ജയിക്കുന്ന സീറ്റൊക്കെ അവരെടുക്കും, പിന്നെ പെണ്ണുങ്ങൾക്ക് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് തോക്കണ സീറ്റിൽ കൊണ്ടിടും. അതാണ് അവരുടെ സ്വഭാവം. എന്നിട്ട് അവർ തോറ്റെന്ന് പറയാം, കൊടുത്തിട്ട് എന്താ കാര്യം, അവർ ജയിക്കില്ല. അവർ കൊടുക്കണ സീറ്റ് മോശമാണ്. അതാണ്. പിന്നെ ഒരു വലിയ സപ്പോർട്ടും ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്ക് ഇറങ്ങിയാൽ. അതെന്തോ പണ്ടേ കോൺഗ്രസ്സിന് എനിക്കൊന്നും അതിനേക്കാളും ഭേദമാണ് LDF എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീകൾക്ക്. പണ്ടത്തെ കാലത്ത് എൻ്റെ പിതാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇഷ്ടംമാതിരി സ്ത്രീകളുണ്ടായിരുന്നു MLA-മാരായിട്ട്. എനിക്കൊന്ന് ഷമാ മുഹമ്മദൊക്കെ അതൃപ്തി പറഞ്ഞ് പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. കാര്യമൊന്നുമില്ല. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു അർഹതപ്പെട്ട സീറ്റ് അവര് തന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ തൃശ്ശൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ തന്നെയാണല്ലോ മത്സരിച്ചത്. അപ്പം അങ്ങനെ ഇപ്പൊ ഒരാൾ അവര് പറയുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മാമിന്റെ ഒരു റിയാക്ഷൻ? എല്ലാ തൃശ്ശൂരും ഇതാണ് ഇവരുടെ സ്വഭാവം. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സീറ്റ് തരാം, സീറ്റ് തന്നിട്ട് അവരെന്നെ തോപ്പിക്കാൻ മുമ്പിൽ. അത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്തതാണ്. പക്ഷെ അത് KPCയുടെ ഇതിൽ എവിടെയെങ്കിലും ഇപ്പോൾ കിടക്കുന്നുണ്ടാവും എൻ്റെ പരാതികൾ. അത് 4-5 പ്രാവശ്യം ഞാൻ കൊടുത്തതാണ്. അത് K മുരളീധരന് ബോധ്യപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് പുള്ളിക്ക് അറിയോ അങ്ങനെ പാർട്ടിയിൽ നിന്ന് തന്നെ തോപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അറിയാല്ലേ. അപ്പൊ ഇപ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് K മുരളീധരൻ ഇപ്പോഴും വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടക്കുന്നു എന്നാണ് മാം പറയുന്നത്. ആണ്. അദ്ദേഹം പല പ്രാവശ്യം പാർട്ടി മാറിയ ആളാണ്. പലർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയൊരു പോകാനൊരു സ്ഥലമില്ല അദ്ദേഹത്തിന്. ഇനി കോൺഗ്രസ്സിൽ തന്നെ നിന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എപ്പോഴും ഇപ്പം തന്നെ വട്ടിയൂർക്കാവ് പറയണ പരാതി എന്താ, അദ്ദേഹത്തിന് അവിടെ നിന്ന് MLA ഇപ്പം എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത് വടകരയ്ക്ക്? അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയം. അല്ലെങ്കിൽ പിന്നെ വടകര തന്നെ നിൽക്കണമായിരുന്നു, അവിടെ നിന്ന് ഓടി തൃശ്ശൂർ വന്നു. അപ്പം ഇങ്ങനെ മാറുന്ന ഒരു സ്വഭാവം അത് നല്ലതല്ല എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വിശ്വസിക്കില്ലേ പിന്നെ നമ്മളെ. ഞാൻ എന്നോടുള്ളൊരു താല്പര്യം ആൾക്കാർക്ക് ഇത്ര പ്രാവശ്യം തോപ്പിച്ചിട്ടും പിന്നെ ഇവിടെ തന്നെ വന്ന് കിടക്കുകയാണ്. നമ്മുടെ സ്ഥലമല്ലേ നമുക്കെപ്പോഴും. ഞാൻ പറഞ്ഞു, എനിക്ക് സീറ്റ് തരുന്നുണ്ടെങ്കിൽ എനിക്ക് തൃശ്ശൂർ മതി, എനിക്ക് അവിടുത്തെ ആൾക്കാരെ കൂടുതൽ അറിയാം, എൻ്റെ ബന്ധങ്ങളൊക്കെ ഇവിടെയാണ്. അങ്ങനെയാണ് ഞാൻ ഒരു സീറ്റ് പോലും മാറിയിട്ടില്ല. ഇപ്പൊ മാം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താണ് പറയാ, ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, മാമിന്റെ പ്രതികരണമൊക്കെ സ്വാഭാവികമായിട്ടും K മുരളീധരനും കാണുമല്ലോ. അപ്പൊ അദ്ദേഹം വിളിച്ച് ചോദിക്കാറോ അങ്ങനെ എന്തെങ്കിലും തരത്തിലും? ഞങ്ങൾ രണ്ടുപേരും ചോദിക്കില്ല. എന്തിനത്? അത് രാഷ്ട്രീയല്ലേ. കുടുംബ ബന്ധങ്ങളിൽ അതിലൊന്നും വരാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ നല്ലോണം ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും ഇതുവരെ തിരിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ. കാരണം നമുക്കൊരു കുടുംബ ബന്ധത്തിൽ ചേട്ടൻ തന്നെയല്ലേ എന്തൊക്കെ പറഞ്ഞാലും. എന്ത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞാലും ചേട്ടനാണ്. അതുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞോട്ടെ, അതിന് മറുപടി ഞാൻ പറയാം. എന്നാൽ ആ ഒരു ചെറിയ വിള്ളൽ എപ്പോഴെങ്കിലും ഉള്ളിൽ ഒരു വേദനയായിട്ട് മാറിയിട്ടുണ്ട്? ഇല്ലാണ്ടിരിക്കുമോ? അങ്ങനെ അത് ഈ രാഷ്ട്രീയമായതുകൊണ്ട് ഞങ്ങൾ ചോദിക്കണേ. സാധാരണ ഒരു കുടുംബത്തിൽ അങ്ങനെ വന്നാൽ അങ്ങനെ ഇരിക്കും. തീർച്ചയായും നമ്മളൊക്കെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ. ചേട്ടനും ഉണ്ടാവുമായിരിക്കാം, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. മൂവർണ്ണ ഷോളിന് പകരം അതിനകത്ത് എന്തെങ്കിലും ഒരു അതിന്റെ ഇടയിൽ വെള്ളയുടെ കുറവുള്ളൂ. അപ്പൊ മാം ഇങ്ങനെ പ്രതികരിക്കും. നമ്മൾ വിചാരിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളും ഇല്ലേ രചന? അങ്ങനെ തോന്നില്ലേ? ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചു. ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെയായിരുന്നു. തീർച്ചയായും. അപ്പൊ എന്തായാലും മാമിനെ എല്ലാ വിജയാശംസകൾ നേരുകയാണ്. സാരി എവിടെന്നാ മേടിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കളിയൊന്നുമില്ല. എവിടെ കയറി നല്ല കണ്ടാ മേടിക്കും, അത്രയേ ഉള്ളൂ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.